ആണ് പത്രങ്ങൾ ഒന്നുകൂടെ ചൂസ് ചെയ്യാം അതോ കായിക താരം വേണോ? കായിക താരം തന്നെ ചൂസ് ചെയ്തല്ലോ. പത്രങ്ങൾ പഴയ പത്രമൊക്കെ ചിലപ്പോൾ കായിക താരം രണ്ടും പ്രശ്നമാണ്. കായിക താരം. കായിക താരമാണ് chosen category. Answer options are cricket, football, volleyball and boxing. Okay, ചോദ്യം. പ്രശസ്ത കായിക താരം VP സത്യനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കായിക ഇനം. വീണ്ടും ആൻസർ ഓപ്ഷൻസ് ക്രിക്കറ്റ്, ഫുട്ബോൾ, വോളിബോൾ, ബോക്സിംഗ്. ആലോചിച്ച് കെയർഫുള്ളി തീരുമാനിക്കൂ. 30 ലക്ഷമാണുള്ളത്. സമയം ആരംഭിച്ചിരിക്കുന്നു. ഫുട്ബോൾ തന്നെ 50 seconds ഉണ്ട്. ഫുട്ബോൾ അല്ലേ, ക്രിക്കറ്റിലല്ല, വോളിബോളും അല്ല. സത്യം. ഓക്കെ, ഫുട്ബോൾ തന്നെ. ഫുട്ബോൾ മാറ്റണ്ട കുഴപ്പമില്ല. 30 seconds ഉണ്ട്. കോൺഫിഡന്റ് ആണോ? അതെ, കോൺഫിഡന്റ് ആണ്. Timer stop you. Yes. Okay. 10. ക്രിക്കറ്റ് എന്ന ആൻസർ ഓപ്ഷനിൽ ഒന്നുമില്ല. ഫുട്ബോൾ 30 ലക്ഷം രൂപ, വോളിബോൾ നത്തിങ്, ബോക്സിംഗ് ഒന്നുമില്ല. ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ വേണമോ വേണ്ടയോ? വേണ്ട. Are you very sure about this answer? Yes. കാണാറുണ്ടോ ഫുട്ബോൾ? വേൾഡ് കപ്പ് അതുപോലുള്ള കളിയൊക്കെ കാണാറുണ്ട്. Please step forward. ക്രിക്കറ്റ് എന്ന ആൻസർ ഓപ്ഷൻ ഒന്നുമില്ല. ഫുട്ബോളിലാണ് 30 ലക്ഷം വെച്ചിരിക്കുന്ന. വോളിബോൾ ആൻഡ് ബോക്സിംഗ് നത്തിങ് അഗൈൻ. ടോപ്പ് ഓർ ഡ്രോപ്പ്? ഫുട്ബോൾ ആണ് ശരിയായ ഉത്തരം. 10 തവണ ഇദ്ദേഹം ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. VP സത്യൻ. ആൻഡ് ഹീസ് നോ മോർ നൗ. ഇപ്പോ ഒന്ന് റിലാക്സ് ആയോ? ആദ്യത്തെ ഒരു ഇതിൽ നിന്ന് കുറച്ചൊന്ന് റിലീഫ് കിട്ടി. ആദ്യത്തെ ഒരു വല്ലാത്ത ഷോക്കായി പോയി. അപ്പൊ ഇനി എന്താണ് ഇപ്പൊ പറയണ്ടത്? എന്താ ഇപ്പൊ ഡിസ്കസ് ചെയ്യാനുള്ളത്? ഇച്ചിരി വെള്ളം കുടിക്കാം. ഭയങ്കരമായിട്ട് തൊണ്ട ഡ്രൈ ആവുന്നു. വെള്ളം ചോദിക്കാൻ തുടങ്ങി. റിലാക്സ് ആവുമ്പോഴത്തേക്കും ഫുൾ റിലാക്സ്. തൊണ്ട ശരിക്കും ഡ്രൈ ആയി പോയി. ഇത്രയ്ക്ക് ഡ്രൈ ആയോ ത്രോട്ട്? ഡ്രൈ ആയി വരുന്നുണ്ട്. ആദ്യത്തെ ചോദ്യത്തിലെ ഡ്രോപ്പ് കഴിഞ്ഞിട്ടാണല്ലേ ഇത്രയും ഡ്രൈ ആയത്? വെള്ളം കുടിപ്പിച്ചു കളഞ്ഞില്ലേ? ഞാനെന്താ വെള്ളം തന്നേക്കാം. Let us go for a short break only for Pradeep on Vivel കയ്യിൽ 1 കോടി. Are you ready? Welcome back to Vivel Kayil 1 കോടി. Are you ready? Powered by Josco Jewelers. വെള്ളം കുടിച്ചില്ലേ? Are you ready? Yes, sir. അടുത്ത എല്ലാരും ഇപ്പൊ ഞാൻ പുറത്തു പോകുമ്പോഴൊക്കെ എല്ലാരും ഇതന്നെ ചോദിക്കുന്നത്. വഴിയിൽ വരുന്ന എല്ലാ ആൾക്കാരും ഈ കയ്യിൽ 1 കോടി എന്ന് പറയുമ്പോ ഇങ്ങനെ ഒരു ചുറ്റലുണ്ട്. അതിന്റെ പിന്നെ എന്തെങ്കിലും സീക്രട്ടോ എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഇത് എല്ലാവർക്കും വേണ്ടി ഒരു ഭാഗ്യം കൊടുക്കാൻ വേണ്ടി ഞാനിങ്ങനെ സുദർശന ചക്രം ഇങ്ങനെ ആക്കി. അതാണ് ആദ്യം എന്റെ മനസ്സിൽ വന്നത്. പക്ഷെ അതിങ്ങനെ 1 കോടി രൂപ ഒരു ഗ്രാഫിക്സ് ഒക്കെ വെക്കണതായിരുന്നു. ഇങ്ങനെ 1 കോടി രൂപ ഇങ്ങനെ അതിൽ നിന്ന് ഇങ്ങനെ ഷവർ ചെയ്ത് ഇതിലൊരു പേറ്റന്റിന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. ഇപ്പൊ കയ്യിൽ 1 കോടി അത്ര വളരെ ഫേമസ് ആയിട്ടുണ്ട്. എല്ലാരും ചെറിയ കുട്ടികൾ പോലും. എന്റെ മോൾ അവിടെ എപ്പോഴും പറയും ഇങ്ങനെയൊക്കെ. അറിയത്തില്ല. അതുകൊണ്ട് ഇന്നാ പിടിച്ചോ കയ്യിലെന്നാ പറയുന്നത്. ഇത് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. റെഡി? ഓക്കെ, എന്നാൽ മോളെ ഇന്നാ പിടിച്ചോ. നമുക്ക് നോക്കാം ഗെയിം പൊസിഷൻ. ഇപ്പോൾ 2 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. 3ാമത്തെ ചോദ്യമാണ് അടുത്തത്. 30 ലക്ഷമാണ് കയ്യിലുള്ളത്. ഇനി കാറ്റഗറീസ് നോക്കാം. 3ാമത്തെ ചോദ്യത്തിലേക്കുള്ള കാറ്റഗറീസ് ആർ
നദി ഉപകരണങ്ങൾ. നദി ഉപകരണങ്ങൾ രണ്ടും പ്രശ്നമാണല്ലേ? എപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങളാണല്ലേ? എന്നാലും ഉപകരണങ്ങൾ സെലക്ട് ചെയ്ത് നോക്കിയാലോ? ഉപകരണങ്ങളില്ലാത്ത എന്ത് നദി എന്ന് ചോദിക്കാനാ? പറഞ്ഞാൽ ലോകത്തുള്ള ഓരോ നദികളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ട് പോകും. അതുകൊണ്ട് ഉപകരണം പറഞ്ഞു പോകാം. ചിലപ്പോൾ നമ്മൾ ഓർമ്മയുള്ള അറിയുന്ന ഉപകരണങ്ങൾ. ഉപകരണങ്ങളാണ് ചോസൻ കാറ്റഗറി. മൊത്തത്തിൽ പ്രശ്നമാണ്. അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം. ഉപകരണങ്ങളാണ് ചോസൻ കാറ്റഗറി. ആൻസർ ഓപ്ഷൻസ് ആർ താളവാദ്യം, സുഷിരവാദ്യം, തന്ത്രിവാദ്യം, അസുരവാദ്യം. ചോദ്യം നോക്കാം. മിഴാവ് ഏത് തരത്തിലുള്ള വാദ്യമാണ്? വീണ്ടും ആൻസർ ഓപ്ഷൻസ് താളവാദ്യം, സുഷിരവാദ്യം, തന്ത്രിവാദ്യം ആൻഡ് അസുരവാദ്യം. ആലോചിച്ച് തീരുമാനിക്കൂ. 30 ലക്ഷം ഉണ്ട്. 60 സെക്കൻഡ് സ്റ്റാർട്ട് ആയിരിക്കും. താളവാദ്യത്തിന് അത് കൂടുതൽ. താളവാദ്യം, സുഷിരവാദ്യം വിട്ടുതരാം. 50 സെക്കൻഡ് സുഷിരവാദ്യം ഒഴിച്ചിട്ട് തരാം. ബാക്കി അതിൽ തന്നെ വെച്ചു. 40 സെക്കൻഡ് ഉണ്ട്. താളവാദ്യത്തിന് കൂടുതൽ. സുഷിരവാദ്യം അല്ല, തന്ത്രിവാദ്യവും അസുരവാദ്യവും. അതിന് ചെറിയ ചാൻസ്. ഒരെണ്ണോ ഒരു റിപ്പോർട്ട് എടുത്തിനകത്ത് വെച്ചാൽ 20 സെക്കൻഡ്. 10, 9. താളവാദ്യത്തിൽ 22 ലക്ഷം, സുഷിരവാദ്യം ഒന്നുമില്ല. തന്ത്രിവാദ്യം 4 ലക്ഷം, അസുരവാദ്യത്തിലും 4 ലക്ഷം രൂപ. ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ വേണമോ വേണ്ടയോ? വേണ്ട. ഓൾമോസ്റ്റ് ഷുവർ ആണോ? ഇല്ല, ഓൾമോസ്റ്റ് ഷുവർ അല്ല. എന്നാലും കൂടുതൽ കോൺഫിഡൻസ് അതായിട്ട് തോന്നുന്നു. മിഴാവ് താളവാദ്യമാണെന്നൊരു തോന്നല്. സുഷിരവാദ്യം അല്ല എന്നാണ് തോന്നുന്നത്. പിന്നെ തന്ത്രിവാദ്യം, അസുരവാദ്യം, അത് രണ്ടും കുറച്ച് ഡൗട്ട്ഫുൾ ആണ്. അതുകൊണ്ടാണ് അതിലൂടെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചത്. ഒറ്റയടിക്ക് പുറത്ത് പോകണ്ട എന്ന് വെച്ചിട്ടാണ്. താളവാദ്യം ശരിയായേ പറ്റൂ. ആ രണ്ട് തുക എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു തുകയല്ല. അതിൽ ഏതെങ്കിലും ഒന്ന് ശരിയായിട്ടുണ്ടെങ്കിൽ അത് പോരാ അടുത്ത ചോദ്യത്തിലേക്ക് പിന്നെ മുന്നോട്ട് പോകാൻ. അതാണ് അതിന്റെ ഒരു. ആദ്യം പോയില്ലേ, എല്ലാം പോയില്ലേ ആദ്യം തന്നെ. പിന്നെ ഇപ്പോൾ ഉള്ളത് കൊണ്ടൊരു പ്ലേ നടത്തി നോക്കുകയാണ്. നീന്തൽ അറിയാത്തവരെ പിടിച്ച് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നീന്തി ശ്രമിക്കുമല്ലേ എന്ന് പറയുന്ന പോലാണ്. ഇപ്പോൾ നോക്കുകയാണ്, എവിടെയെങ്കിലും ചെന്നിട്ട് നോക്കാം. അതെ, ഓക്കെ പ്രദീപ, നോക്കാം. താളവാദ്യം 22 ലക്ഷമുണ്ട്. തന്ത്രിവാദ്യത്തിലും അസുരവാദ്യത്തിലും 4 ലക്ഷം രൂപ. ടോപ്പ് ഓർ ഡ്രോപ്പ്? സുഷിരവാദ്യം എന്തുകൊണ്ട് അവോയ്ഡ് ചെയ്തു? സുഷിരവാദ്യം ആകുമ്പോൾ മിക്കവാറും ഒരു ഫ്ലൂട്ട് അതുപോലെയൊക്കെയുള്ള സംഭവം. മിഴാവ് അങ്ങനെയുള്ള എല്ലാ ഒരു ബോൾ ടൈപ്പിലുള്ളതാണെന്ന് എൻ്റെ ഒരു ഓർമ്മ. അത്രത്തോളം ശരിയാണെന്ന് അറിയില്ല, എങ്കിലും അങ്ങനെയാണ് കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത് മനസ്സിൽ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്ത്രിവാദ്യത്തിലും അസുരവാദ്യത്തിലും വെച്ച തുക ഈക്വൽ എമൗണ്ട് ബട്ട് സ്മോൾ എമൗണ്ട്സ്. സ്മോൾ എമൗണ്ട് ആണ്. അനൂപയ്ക്ക് എന്ത് തോന്നുന്നു? ഹസ്ബൻഡിനെ വിശ്വസിച്ച് നിൽക്കുന്നു. അത്രേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ, ഒരു പിടിയില്ല. താളവാദ്യം ഇത് തന്നെ ശരിയാവട്ടെ എന്ന് നമുക്ക് നോക്കാം. 22 ലക്ഷമാണുള്ളത്. യു ഹാവ് ടു ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടോപ്പ് ഓർ ഡ്രോപ്പ്? Thank you. Thank God, thank God. I want to continue playing with you. താളവാദ്യം ശരിയായ ഉത്തരം. ടെമ്പിൾ ആർട്ട് ഫോംസ് ആയ കൂത്തിനും പിന്നെ കൂടിയാട്ടം, ഇതിനൊക്കെ അകമ്പടിയായിട്ട് വായിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് മിഴാവ്. It is an instrument that resembles chanda.
പക്ഷെ ചെണ്ട അസുരവാദ്യാണ്, മിഴാവ് താളവാദ്യം. ഇത് ചെണ്ട പോലെ ആണ്. ആ ചെണ്ട പോലെ. ഒരാളിവിടെ ഹസ്ബൻഡിനെ മാത്രം സപ്പോർട്ട് ചെയ്തിട്ട് സൈഡിൽ നിൽക്കുന്നുണ്ട്. അല്ലല്ല, സപ്പോർട്ട് വേണമല്ലേ. അതൊരു ധൈര്യമല്ലേ, എപ്പോഴും എന്തിനു സപ്പോർട്ട് ചെയ്യാനുണ്ടെന്ന് പറയുന്നത് ഒരാള്. അനൂപയ്ക്ക് എന്തെങ്കിലും ടാലൻസ് ഉണ്ടോ? കാണുമ്പോ അങ്ങനെ തോന്നുന്നു. കുക്കിങ്ങിന്റെ കാര്യത്തിലാണ്, ടാലന്റ് ആണ്. എന്തിന്റെ കാര്യത്തില്? എന്നെ കണ്ടാലും പറയത്തില്ലേ? ആ പറയും 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 പറയും. പിന്നെ കുട്ടികളെയൊക്കെ നന്നായിട്ട് കെയർ ചെയ്യും. ഡാൻസ് ചെയ്യോ? ഏയ് അതൊന്നും എന്റെ അടുത്തൂടെ പോലും പോയിട്ടില്ല. പ്രദീപ് ഡാൻസ് ചെയ്യോ? ഡാൻസ് ചെയ്യുന്ന പണ്ട് നേരത്തെ എങ്ങനെയൊരു ഡാൻസ് ആയിരുന്നു? അത്രയൊക്കെ ഉള്ളൂ. അതാണ് ഏറ്റവും ഫേവറേറ്റ് സ്റ്റെപ്പ്. അതേ അറിയത്തുള്ളൂ, അതുകൊണ്ട് അത് കാണിക്കാറുണ്ട്. അത്രേ ഉള്ളൂ. ഇപ്പോഴൊന്നുമില്ല. കുറച്ച് ചെറുപ്പത്തിലെ ഒരു സ്റ്റെപ്പ് കാണിച്ചു തരുമോ? വേണോ? സൂര്യ ടിവിയുടെ എന്താ പറയുക, ഇപ്പം ഭയങ്കര റേറ്റിംഗ് നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഓ ആണോ? കയ്യിലൊരു കോടി, ആർ യു റെഡി? ഞാൻ ഡാൻസ് കളിച്ച് എന്റെ റേറ്റിംഗ് കുറയ്ക്കണ്ട, അത് മൗലാജിക്ക് എന്നായിരിക്കും എന്റെ പ്രശ്നം. കവിതയൊക്കെ എഴുതുമായിരുന്നു. ഓ പണ്ട് എന്നെ കല്യാണം കഴിക്കുന്നതിനൊക്കെ മുമ്പ്. കല്യാണം കഴിച്ചതിന് ശേഷം എന്തായി? കവിത മനസ്സിൽ നിന്ന് പോയി. കവിതയെന്ന് പറയാനൊന്നും എനിക്ക് ധൈര്യമൊന്നുമില്ല. കാരണം കവിത എന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ ONV സാറോ MD അവരൊക്കെ എന്നെ ഓടിച്ചിട്ടല്ലോ. അതുകൊണ്ട് അത്രയ്ക്കുള്ള ധൈര്യമൊന്നുമില്ല. പിന്നെ പോകുന്നതിന് മുമ്പ് ഒരു ഫുൾ സ്റ്റെപ്പ് കാണിച്ചു തരണം കേട്ടോ. മമതാജിയും കൂടെ സപ്പോർട്ട് ചെയ്താൽ നമുക്ക് ശ്രമിക്കാം. അത്രേ ഉള്ളൂ. അതെ അതെ, അത്രേ ഉള്ളൂ. തീർച്ചയായും. പ്രേക്ഷകർക്കായി ആൻസർ ഓപ്ഷൻസ് ആൻഡ് ക്വസ്റ്റ്യൻ അഗൈൻ ഇതാണ്. ഓപ്ഷൻ എ പെരിയാർ, ഓപ്ഷൻ ബി നില, ഓപ്ഷൻ സി നെയ്യാർ ആൻഡ് ഓപ്ഷൻ ഡി പമ്പ. ചോദ്യം: ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏത്? വീണ്ടും ആൻസർ ഓപ്ഷൻസ് ഇതാണ്. ഓപ്ഷൻ എ പെരിയാർ, ഓപ്ഷൻ ബി നില, ഓപ്ഷൻ സി നെയ്യാർ ആൻഡ് ഓപ്ഷൻ ഡി പമ്പ. SMS അയക്കേണ്ട ഫോർമാറ്റ് AYR സ്പേസ് ഓപ്ഷൻ എ ഓർ ബി ഓർ സി ഓർ ഡി സ്പേസ് നിങ്ങളുടെ പേര് സ്പേസ് സ്ഥലം. SMS അയക്കേണ്ട നമ്പർ 58585. നാളെ ഉച്ചയ്ക്ക് 12 മണി വരെ SMS അയക്കാൻ സമയമുണ്ട്. സോ സ്റ്റാർട്ട് സെൻഡിങ് യുവർ SMSs റൈറ്റ് നൗ. വിന്നേഴ്സായി സെലക്ട് ചെയ്യുന്ന 5 പേർക്ക് 5000 രൂപ വീത സമ്മാനമുണ്ട്. ആൻഡ് വിന്നേഴ്സ് ആരാണെന്ന് അറിയാൻ പ്ലീസ് വിസിറ്റ് അവർ വെബ്സൈറ്റ്. അടുത്ത ദിവസം അഡ്രസ് ഇതാണ് www.sunnetwork.in/1crore. ഈ പ്രോഗ്രാം കയ്യിലൊരു കോടിയിൽ ആർ യു റെഡിയിൽ നിങ്ങൾക്ക് പങ്കെടുക്കണമെങ്കിൽ ഒരു വഴി മാത്രമേ ഉള്ളൂ. നമ്മുടെ എല്ലാ എപ്പിസോഡുകളും പതിവായി കണ്ടുകൊണ്ടിരിക്കുക. ആൻഡ് പ്രേക്ഷകർക്കായി നമ്മൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുക. കാരണം നാളെ ഒരു പക്ഷേ ഈ ഒരു കോടി നേടാൻ പോകുന്ന മത്സരാർത്ഥി നിങ്ങളിൽ ഒരാളാവാം. ഇനി അനുപ ആൻഡ് പ്രദീപ് ഗെയിം പൊസിഷനാണ് അടുത്തത്. 22 ലക്ഷം കയ്യിലുണ്ട്. 4ാമത്തെ ചോദ്യമാണ് അടുത്തത്. ഗെയിമിൻ്റെ മിഡിൽ എത്താറായി. സോ യു ഹവ് ക്രോസ്ഡ് ഹാഫ് ദ റിവർ ആൻഡ് വി ആർ മേക്കിംഗ് ദ ഗെയിം ഈസിയർ ഫോർ യു. ഒരു ആൻസർ ഓപ്ഷൻ ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നു. 3 ആൻസർ ഓപ്ഷൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. യു ഹാവ് ടു ലീവ് 1 ആൻസർ ഓപ്ഷൻ ഇപ്പോഴും. അതറിയാമല്ലോ, 2 ആൻസർ ഓപ്ഷനിൽ സ്പ്ലിറ്റ് ചെയ്ത് വെക്കാം. 22 ലക്ഷവുമായി കാറ്റഗറീസ് ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 4 നമുക്ക് നോക്കാം എന്താണെന്ന്. പത്മവിഭൂഷൺ, രാജീവ് ഗാന്ധി, ഖേൽ രത്ന. പത്മവിഭൂഷൺ, രാജീവ് ഗാന്ധി ഖേൽ രത്ന നമ്മള് കുറച്ച് എവിടെയൊക്കെ കേട്ട പോലെ തോന്നുന്നു. പത്മവിഭൂഷണം ഒന്നും ഓർക്കുന്നില്ല. പത്മഭൂഷൺ വീണ്ടും പ്രശ്നം തന്നെ. രാജീവ് ഗാന്ധിയെ തന്നെ നമുക്ക് പിടിക്കാം. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. രാജീവ് ഗാന്ധി ഖേൽ രത്ന ഇപ്പോഴും പ്രശ്നമാണോ? ഇപ്പോഴും പ്രശ്നമാണ്. രാജീവ് ഗാന്ധി ഖേൽ രത്നയാണ് ചോസൻ കാറ്റഗറി. ആൻസർ ഓപ്ഷൻസ് ആർ PT ഉഷ, ഷൈനി വിൽസൺ, KM ബീനാമോൾ. ചോദ്യം: രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി കായിക താരം ആര്? വീണ്ടും ആൻസർ ഓപ്ഷൻസ് PT ഉഷ, ഷൈനി വിൽസൺ ആൻഡ് KM ബീനാമോൾ. ആലോചിച്ച് തീരുമാനിക്കൂ. സമയം ആരംഭിച്ചിരിക്കുന്നു. ഇതിനകത്തൊരു 2 പേർക്ക് ബാക്കി മൊത്തം ഇതിനകത്ത് ഇതിലൊരു 2 ലക്ഷം ഷൈനിക്ക് വെച്ചേക്കാം. 40 seconds. പിറ്റ്യൂഷയ്ക്ക് ചാൻസ് ഇല്ല. ഷൈനി വിൽസൺ ഓക്കെ, ബീനാമോൾ കിട്ടിയ പോലെ ഓക്കെ. 30 seconds. 20 seconds ഉണ്ട്. ഇല്ലല്ലോ അല്ലേ? ഈ വയസ്സില്ലേ?
ഞാനാണെന്ന് തോന്നുന്നു വായിച്ചത് അല്ലേ? ആ ഓർമ്മയ്ക്കാണ്. PT ഉഷയിൽ ഒന്നുമില്ല. ഷൈനി വിൽസൺ 2 ലക്ഷം, KM ബീന മോളിൽ 20 lakhs ഉണ്ട്. ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ വേണമോ വേണ്ടയോ? വേണ്ട. വേണ്ട. രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി കായിക താരം ആര് എന്നാണ് ചോദ്യം. അറിയാവുന്ന ചോദ്യമാണോ? അത് വായിച്ചായിട്ട് ഓർക്കുന്നുണ്ടോ? എന്നെ വായിച്ച് കേൾപ്പിച്ചാണ്. ഞാൻ ആ ഒരു ധൈര്യത്തിലാണ് ഇപ്പൊ വെച്ചത്. അതെപ്പോഴായിരുന്നു? എത്ര വർഷങ്ങൾ മുമ്പല്ലേ? ഇന്ന് രാവിലെ ആയിരുന്നു. ഇന്ന് രാവിലെ ഇന്നലെ രാത്രി എപ്പോഴോ വായിച്ചത് എനിക്ക് ചെറിയൊരു ഓർമ്മ. അതുകൊണ്ടാണ് എനിക്ക് സത്യം പറഞ്ഞാൽ അത്ര ഉറപ്പില്ല. ഞാൻ പിന്നെ വിശ്വസിച്ചാണ്. എന്നെ വിശ്വസിക്കുന്നില്ലേ? അപ്പൊ നിങ്ങൾ കുട്ടികളെ ഒന്നും ഒരിക്കലും കുറ്റം പറയരുത് കേട്ടോ. അവര് വളർന്ന് വലുതായിട്ട് പറയും എനിക്ക് 10ാം ക്ലാസ്സിൽ പഠിച്ചൊന്നും ഓർമ്മയില്ല, അതുകൊണ്ട് ഇന്ന് എനിക്ക് ജോലി കിട്ടിയില്ല എന്ന് പറയും. അപ്പൊ ഗെയിമിൽ വരുമ്പം നിങ്ങൾ ശരിക്കും പ്രിപ്പയർ ചെയ്തിട്ടാണോ വന്നത്? എനിക്ക് പ്രിപ്പയർ ചെയ്തെന്നല്ല, എന്തെങ്കിലും വന്ന് നാണം കെട്ട് പോരുതല്ലേ, നാട്ടുകാർ തല്ലും എന്ന് പേടിച്ചിട്ട് ബുക്കൊക്കെ എടുത്ത് മറിച്ചു. അതുകൊണ്ടാണ്. അല്ലാതെ ആദ്യം വീട്ടുകാര് കലാസാക്കൂല്ലേ, എന്നിട്ടല്ലേ നാട്ടുകാർക്ക് ബാക്കി ഉണ്ടാവും. പിന്നെയുള്ളല്ലോ നാട്ടുകാര്. പിന്നെ ബുക്ക് ഞാനുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഉറക്കം വരുന്നില്ലെങ്കിൽ ബുക്ക് എടുക്കുക, അല്പനേരം നോക്കുക, സുഖമായിട്ട് ഉറങ്ങും. നന്നായി. മക്കൾക്ക് ഒരു ഇൻസ്പിറേഷനായി മാറട്ടെ ഇവിടെ പങ്കെടുക്കാൻ വരുന്ന മത്സരാർത്ഥികളായ പ്രശ്നമാണ്. അതുകൊണ്ടാണ്. ഷൈനി വിൽസണിൽ 2 ലക്ഷം മാത്രം വെച്ചിരിക്കുന്നു. അത് സംശയത്തിന്റെ മേളിലാണോ വെച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞ ഒരു സേഫ് ആയിട്ട് ഇരുന്നോട്ട് PT ഉഷ അല്ല എന്നൊരു തോന്നൽ. കൂടുതൽ PT ഉഷ എന്തായാലും ആവാൻ സാധ്യതയില്ല എന്ന് പറയുന്നത് കേട്ടോ. അതെന്തുകൊണ്ടല്ല? അങ്ങനെ ഒന്നും നമ്മൾ കേട്ടിട്ടില്ലല്ലോ PT ഉഷ. അതുകൊണ്ടാണ്. KM ബീന മോളിലാണ് 20 ലക്ഷം ഉള്ളത്. പ്ലീസ് സ്റ്റെപ്പ് അപ്പ്. ഇനി ചെറിയ ഒരു ദൂരം മാത്രമേ ഉള്ളൂ നിങ്ങളും ആ ഒരു 7ാമത്തെ ചോദ്യവും തമ്മിൽ. ദൂരങ്ങൾ താണ്ടാം. ഓരോന്നാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പണി ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടി പോയിക്കൊണ്ടിരിക്കുന്നു. KM ബീന മോളിൽ 20 ലക്ഷം രൂപ ഏറ്റവും വലിയ തുകയാണ്. ഏറ്റവും ചെറിയ തുക ഷൈനി വിൽസണിൽ 2 ലക്ഷം രൂപ. PT ഉഷയിൽ ഒന്നും ഇല്ല. ടോപ്പ് ഓർ ഡ്രോപ്പ്? ഒരു പൂജ്യത്തിന്റെ വാല്യൂ എത്രയാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? 18 lakhsന്റെ വ്യത്യാസമാണ് ഇവിടുത്തെ ഒരു പൂജ്യം. ഷൈനി വിൽസൺ 2 lakhs, KM ബീന മോൾ 20 lakhs. മുന്നോട്ട് നന്നായി പോകണമെങ്കിൽ എന്തായാലും KM ബീന മോൾ ഹാസ് ടു ബി ദ റൈറ്റ് ആൻസർ. അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടും. ഇതെന്ത് ചെയ്യാനാ ഇതിനെ കൊണ്ട്? സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു കാര്യം ഉറപ്പാണ്, അടുത്ത ചോദ്യം. പക്ഷേ ഏത് തുകയുമായിട്ടാണെന്ന് നമുക്ക് അല്പ സെക്കൻഡ്സിനുള്ളിൽ അറിയാം. ഷൈനി വിൽസൺ ഹാസ് 2 lakhs, KM ബീന മോൾ 20 ലക്ഷം രൂപ. ടോപ്പ് ഓർ ഡ്രോപ്പ്?